എന്നിട്ട് ചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കുക. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് തക്കാളിയിലെ സവാള, ഒരു ചെറിയൊരു സവാള, പിന്നെ ഒരു തക്കാളി, 2 പച്ചമുളക് ഇത്ര ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടി ഇട്ടിട്ട് ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാടങ്ങ് മൂത്ത് പോയൊന്നും വേണ്ട കേട്ടോ. ഈ സവാള കുറച്ച് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നതൊക്കെ നല്ലതാണല്ലോ. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് ഉപ്പിട്ടല്ല വേവിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അതിന് വേണ്ടിയുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് ഒരുപാട് വാരിയിടരുത്. ഉരുളക്കിഴങ്ങിൽ പെട്ടെന്ന് ഉപ്പ് പിടിക്കുന്ന സാധനമാണത് ഉരുളക്കിഴങ്ങ്. നമ്മൾ കറിയിലൊക്കെ ഉപ്പ് കൂടിപ്പോയാൽ ഉരുളക്കിഴങ്ങാണ് ഇടുന്നത്, അപ്പോൾ ഉപ്പ് അത് വലിച്ചെടുക്കും, അത് ശരിയായിട്ട് വരും അന്നേരം കറി. അന്നേരം എനിക്ക് ഉപ്പ് അധികം കൂട്ടുന്ന ഒരാളല്ല ഞാൻ, വളരെ കുറച്ചേ ഉപ്പ് കൂട്ടാറുള്ളൂ. ഉപ്പെന്ന് പറയുന്നത് ഓരോരുത്തരുടെ ശീലമാണല്ലോ, നമ്മളെ ശീലിക്കുന്നത് പോലെ ഇരിക്കും. ഉപ്പ് കൂട്ടി കൂടുതലായിട്ട് ഉപയോഗിച്ച് ശീലിച്ചാൽ നമുക്ക് പിന്നെ അങ്ങനെ ഉപയോഗിക്കാൻ തോന്നും. അത് പല അസുഖങ്ങളുണ്ടാക്കും. എല്ലാം ഒരു ലിമിറ്റിന് ആവുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാം കൂടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമുക്കിനി ഞാനിതിപ്പോൾ ഇതിൽ കുരുമുളക് മാത്രമേ ഇടുന്നുള്ളൂ പൊടികളിൽ, അല്ലാതെ മല്ലിയോ മുളകോ മഞ്ഞളോ ഒന്നും തന്നെ ഇടുന്നില്ല. കുരുമുളക് മാത്രമേ ഇടുന്നുള്ളൂ. എല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് പിന്നെ കുറച്ച് സോസുകൾ ഒഴിക്കുന്നുണ്ട്. സോസ് എന്ന് പറഞ്ഞാൽ റെഡ് ചില്ലി സോസ് ഒഴിക്കുന്നുണ്ട്. പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിക്കുന്നുണ്ട് കുറച്ച്. അതും കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇത്രയും ഒഴിക്കുമ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിൽ അത് മതി.